എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്ക്ലി റൗണ്ട് അപ്പിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച 102ാമത്തെ വീക്ക്ലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച യൂറ്റ യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ ചാർലി കർക്കിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ആദ്യമേ ദുഃഖം രേഖപ്പെടുത്തുന്നു. കേവലം 31 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചാർലി അമേരിക്കയിലെ യുവജനങ്ങൾക്ക് ക്രൈസ്തവ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ അവരെ എപ്പോഴും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു യുവജന നേതാവായിരുന്നു. യുവജനങ്ങളുടെ ഹൃദയം അറിഞ്ഞ യുവജന നേതാവെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ട്രംപ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വെടിയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒന്ന് രണ്ട് കാര്യമാണിത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന അമേരിക്കയിൽ പോലും ക്രൈസ്തവ മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്നവർക്ക് സ്വതന്ത്രമായി അത് പ്രചരിപ്പിക്കുവാൻ ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അതില്ലെങ്കിൽ അതിൻ്റെ എതിരാളികൾ അക്രമാസക്തരാകുന്നു എന്നുള്ളത് വളരെ വളരെ പ്രയാസത്തോടുകൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന്, ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണമെന്നുള്ളതും ഈ സംഭവം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം ഷിക്കാഗോയ്ക്ക് അടുത്ത വീലിങ്ങിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അർലിംഗ്ടൺ ഹൈറ്റ്സിലുള്ള സ്കൂളിലും ഒക്കെ ആയിരുന്നു. ഷിക്കാഗോയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വീണ്ടും ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സന്ദേശം അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഉയർത്തുവാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവജനങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഖേദവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. റീച്ചിങ് ഇന്ത്യൻ മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ റിമിയുടെ ആനുവൽ ബാങ്കറ്റ് നാളെ രാവിലെ ശനിയാഴ്ച 11 മണി മുതൽ 2 മണി വരെ വീലിങ്ങിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നടക്കുമെന്ന് ഡോക്ടർ സജി കെ ലൂക്കോസ് അറിയിക്കുന്നു. വർഷം തോറും നടത്തപ്പെടുന്ന റിമി മീറ്റിങ്ങിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അവതരണങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് റിമിയുടെ പ്രസിഡന്റ് ഡോക്ടർ സജി കെ ലൂക്കോസ് അറിയിക്കുന്നു. ഗ്ലോബൽ മലയാളി പെൻഡക്കോസ്റ്റൽ മീഡിയ അസോസിയേഷൻ്റെ 4ാമത് ഗ്ലോബൽ കൺവെൻഷൻ ഇന്നലെ ആരംഭിച്ചു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഗ്ലോബൽ മീഡിയ ത്രിദിന കോൺഫറൻസ് പ്രശസ്ത മാധ്യമ നിരീക്ഷകരായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോസഫ് സി മാത്യു, എഴുത്തുകാരായ ഫാദർ ബോബി കട്ടിക്കാട്, ഡോക്ടർ തോംസൺ കെ മാത്യു, ശ്രീ ജെയിംസ് വർഗീസ് IAS, സുശേഷകൻ JC ദേവ് എന്നിവരാണ് ഈ സമ്മേളനത്തിന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ സമ്മേളനം ഔപചാരികമായി പവർ വിഷൻ്റെ ചെയർമാൻ പാസ്റ്റർ KC ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനം ഷിക്കാഗോ സമയം രാവിലെ 9:30 മണിക്കാണ് ഇന്നലെ വ്യാഴാഴ്ച രാവിലെ മീറ്റിംഗ് ആരംഭിച്ചു. ഇന്ന് വെള്ളിയും നാളെ ശനിയാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 11:30 വരെ ഈ സമ്മേളനം 11 മണി വരെ ഈ സമ്മേളനം ഉണ്ടായിരിക്കും. ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത വർഷം ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് PC NACൻ്റെ രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം അടുത്ത ശനിയാഴ്ച സെപ്റ്റംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ IPC ഹെബ്രോൺ സഭയിൽ വെച്ച് നടക്കുമെന്ന് നാഷണൽ ഭാരവാഹികളായ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, സെക്രട്ടറി സാം മാത്യു, ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവർ അറിയിച്ചു. 5 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം 6 മണിയോടുകൂടെ സമാപിക്കും. തുടർന്ന് ഫെലോഷിപ്പ് ഓഫ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസ് യോഗവും അവിടെ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ PC മാമൻ അറിയിക്കുന്നു. സെപ്റ്റംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ സൂം മീറ്റിംഗ് നാളെ സെപ്റ്റംബർ മാസം 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉണ്ടായിരിക്കുമെന്ന് സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികളായ സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസ് തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ഷൈനി ജിജി, ക്രിസ്റ്റീന കുറിയാക്കോസ് എന്നിവർ ദൈവദിനം സംസാരിക്കും. പെൻഡക്കോസ്റ്റൽ യൂത്ത് കോൺഫറൻസ് ഓഫ് ഡാളസ് PYCDയുടെ ഈ വർഷത്തെ ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 30 മുതൽ നവംബർ 2 വരെ ഡാളസിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. മാറാനാഥ കൺവെൻഷൻ, ഈ വർഷത്തെ മാറാനാഥ കൺവെൻഷൻ സെപ്റ്റംബർ 27, 28 തീയതികളിൽ ഷിക്കാഗോയിലുള്ള മൗണ്ട് പ്രോക്സിറ്റിയുള്ള ട്രിനിറ്റി ചർച്ചിൽ വെച്ച് നടത്തും. ഈ സമ്മേളനത്തിൽ സുപ്രസിദ്ധ സുശേഷ പ്രാസംഗികനായ ബ്രദർ സാജു ജോൺ മാത്യു ദൈവജനം സംസാരിക്കുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് തമ്പി തോമസിൽ നിന്ന് ലഭ്യമാണ്. ICPF USA ഒരു പ്രത്യേക കൺവെൻഷൻ ഒക്ടോബർ 3-4 തീയതികൾ ഡാളസ് ഫിലദൽഫിയ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ സമ്മേളനത്തിൽ ബ്രദർ സാജു മാത്യു ദൈവദിനം സംസാരിക്കുന്നതാണ്. കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം ഡാളസ് ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു അർത്ഥദിന സെമിനാർ സെപ്റ്റംബർ 14 ഞായറാഴ്ച 6:30 മണി മുതൽ മൗണ്ട് സെനായി ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സെമിനാറിൽ പാസ്റ്റർ PT തോമസ് കോട്ടയം ദൈവവചനം സംസാരിക്കുന്നതാണ്. ഹ്യൂസ്റ്റൺ ബൈബിൾ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ ഹാഫ് ഡേ വർക്ക്ഷോപ്പ് നടത്തപ്പെടുന്നു. സെപ്റ്റംബർ 20 ശനിയാഴ്ച ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. പാസ്റ്റർ ഡോക്ടർ ഷാജി ദാനിയൽ, ലെസ്ലി വർഗീസ് എന്നിവർ ഈ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകും. 20ാമത് മാഞ്ചസ്റ്റർ കൺവെൻഷൻ ഒക്ടോബർ 10 മുതൽ 12 വരെ നടത്തപ്പെടുമെന്ന് അതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു. ഷിക്കാഗോയിൽ മഹത്വം എന്ന പേരിൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നു. ഒക്ടോബർ 5 ഞായറാഴ്ച വൈകിട്ട് 5:30 മണി മുതൽ 8:30 മണി വരെയാണ്. സയോൺ പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചാണ് ഈ മഹത്വം എന്ന പേരിൽ നടത്തപ്പെടുന്ന സംഗീത പരിപാടി നടത്തപ്പെടുന്നത്. ഹിസ് വോയിസിൻ്റെ പ്രമുഖ ഗായകൻ ശ്രീ മാത്യു ജോൺ, ഹെവലി വോയിസിൻ്റെ പ്രധാന ഗായകൻ ജോസ് ജോർജ് എന്ന 2 പ്രമുഖരായ ഗായകർ പങ്കെടുക്കുന്ന ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയുള്ള സംഗീത പരിപാടിയാണ് നടത്തപ്പെടുന്നത്. ഒക്ടോബർ 5 ഞായറാഴ്ച 5:30 മണി മുതൽ 8:30 മണി വരെ ഷിക്കാഗോയിൽ വെച്ച്. ഒരു മരണ വാർത്ത സെപ്റ്റംബർ 14 ഞായറാഴ്ച വൈകിട്ട് 4:30 മണിക്ക് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൽ വെച്ച് കോഫി വിത്ത് PCNAC കൺവീനർ എന്ന പേരിൽ ഒരു പ്രത്യേക മീറ്റിംഗ് നടത്തപ്പെടുന്നു. PCNACനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുവാനും നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉണ്ടായിരിക്കും. ഈ അവസരം അറ്റ്ലാന്റയിലുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4:30 മണിക്ക് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൽ വെച്ച്. റിവൈവ് ആസ് എന്ന പേരിൽ ഫാസ്റ്റിംഗ് ആൻഡ് പ്രീച്ചിങ് മീറ്റിംഗ് സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 5 വരെ ഫിലദൽഫിയയിൽ വെച്ച് നടത്തപ്പെടുന്നു. IPC ഹെബ്രോൺ സഭയിൽ വെച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സീനിയർ പാസ്റ്റർ ഡോക്ടർ മോനിസ് ജോർജ് നേതൃത്വം നൽകും. IPC കുവൈറ്റ് സഭയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക കൺവെൻഷൻ ഈ മാസം 9 മുതൽ 12 തീയതി വരെ നടന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ഷിബു തോമസ് ഒക്കൽഹോമ പ്രധാന സന്ദേശം നൽകി. പവർ വിഷൻ ചെയർമാനും ഇന്ത്യയിലെ പ്രമുഖ പെന്തക്കോസ്ത പ്രാസംഗികനുമായ പാസ്റ്റർ KC ജോണിന് കഴിഞ്ഞ ആഴ്ചയിൽ 78 വയസ്സ് പൂർത്തിയായി. വീണ്ടും അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ ആശംസിക്കുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ കൂടുതൽ കൃപകൾ അദ്ദേഹത്തിന് ലഭിച്ച് വീണ്ടും നമ്മുടെ മധ്യത്തിൽ സജീവമായി പ്രവർത്തിക്കുവാൻ, സുശേഷത്തിന് പങ്കാളികളായി തീരുവാൻ, മാധ്യമരംഗത്തും സുശേഷ പ്രചരണത്തും ഒക്കെ സജീവമായി മുന്നേറുവാൻ അദ്ദേഹത്തിന് ദൈവമിടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആശംസ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് നന്ദി രേഖപ്പെടുത്തി. പാസ്റ്റർ KC ജോണിന് വേണ്ടി ഏവരും പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. റാന്നി ചത്തോങ്കര വളവുങ്കൽ വീട്ടിലെ ഏലിയാമ കുര്യൻ എന്ന അമ്മച്ചിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ 100 വയസ്സ് പൂർത്തിയായി. നമ്മുടെ ഈ ഗ്രൂപ്പിലെ പല അംഗങ്ങളും, പ്രത്യേകിച്ച് ജോൺസൺ കുര്യൻ, വർഗീസ് കുര്യൻ, ജോൺ കുര്യൻ, സിസ്റ്റർ ശോശാമ്മ മാത്യു എന്നിവർ അമ്മച്ചിയുടെ മക്കളാണ്. വിസ്കോൺസിൽ താമസിക്കുന്ന പാസ്റ്റർ KV കുരുവള സാറിൻ്റെ സഹോദരിയാണ് 100 വയസ്സ് പൂർത്തിയായ ഏലിയാമ്മ കുര്യൻ. പ്രിയ മാതാവിൻ്റെ 100 വയസ്സ് പൂർത്തിയാക്കി 101ാമത്തെ വയസ്സിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവം എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും പകരട്ടെ എന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ വിട പറയുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.